ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഒരുവിധം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായ വീഡിയോകളിലൂടെ ഞാൻ എൻ്റെ കുഞ്ഞു മക്കൾക്ക് തന്നിട്ടുണ്ട്. ഇനി വരാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചോദ്യം ഇതാണ്: എഡിറ്റോറിയൽ തയ്യാറാക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് എഡിറ്റോറിയൽ എന്ന് മനസ്സിലാക്കണം, വേണ്ടേ? അത് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് എഡിറ്റോറിയൽ എന്താണെന്ന് അറിയാതെ നമുക്ക് എഡിറ്റോറിയൽ എഴുതാൻ പറ്റില്ല. പത്രങ്ങളിൽ എഡിറ്റർക്ക് കൊടുത്തിരിക്കുന്ന കോളത്തിനെയാണ് നമ്മൾ എഡിറ്റോറിയൽ കോളം എന്ന് പറയാം. ഒരു പേപ്പറിൻ്റെ മധ്യഭാഗത്തായിട്ട് പേപ്പറിൻ്റെ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിൽ ഒരു കോളത്തിനുള്ളിൽ ഉണ്ടാകും എഡിറ്റോറിയൽ. എഡിറ്റർക്ക് തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള കോളത്തെയാണ് എഡിറ്റോറിയൽ കോളം എന്ന് വിളിക്കുക. അത് എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ കോളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റോറിയൽ തയ്യാറാക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത്തരത്തിലുള്ളൊരു എഡിറ്റർ ആവാനുള്ള ക്വാളിറ്റി കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് എഡിറ്റോറിയലിന് മറ്റ് രണ്ട് പേരിൽ കൂടി എഡിറ്റോറിയൽ അറിയപ്പെടുമെന്നുള്ളത് ഓർത്തുക. മുഖപ്രസംഗം പലപ്പോഴും നിങ്ങളോട് ചോദിക്കുക മുഖപ്രസംഗം തയ്യാറാക്കാനാണ്. പലപ്പോഴും പലരും ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്നറിയോ മക്കളെ? മുഖപ്രസംഗം ചോദിച്ചാൽ പ്രസംഗം എഴുതി വെക്കും. തെറ്റാണത്. മുഖപ്രസംഗം, പത്രാധിപക്കുറിപ്പ്, ഇതൊക്കെ പറഞ്ഞാൽ എന്താ? എഡിറ്റോറിയലാണ്. എഡിറ്റോറിയലിൻ്റെ മറ്റു രണ്ട് പദങ്ങളാണ് മുഖപ്രസംഗവും പത്രാധിപക്കുറിപ്പും. അപ്പോൾ ഏത് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ടത് കേട്ടോ. മുഖപ്രസംഗം ചോദിച്ചിട്ട് പലരും പ്രസംഗം എഴുതി വെക്കാൻ തുടങ്ങിയവരെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മുഖപ്രസംഗം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എഡിറ്റോറിയൽ എന്ന് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ മുഖപ്രസംഗം ചോദിച്ചാൽ, എഡിറ്റോറിയൽ ചോദിച്ചാൽ, പത്രാധിപക്കുറിപ്പ് ചോദിച്ചാൽ എല്ലാം ഒന്നാണ് എന്നുകൂടെ എൻ്റെ കുഞ്ഞു മക്കൾ മനസ്സിലാക്കുക. ഇനി എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഒരു നല്ല ശീർഷകം ഉണ്ടാകണം. ശീർഷകം പലപ്പോഴും എന്താ ചെയ്യാമെന്നറിയാം മക്കൾക്ക്? ശീർഷകം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും ശീർഷകം. ഈ ശീർഷകത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാറ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാകും? ശീർഷകം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അഥവാ ഇല്ല എങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുന്ന ശീർഷകമാണ് നിങ്ങൾ എഴുതേണ്ടത്. ശീർഷകം അറിയാലോ, ഹെഡിങ്, തലക്കെട്ട് എന്നൊക്കെ പറയുന്ന സാധനമാണ് ശീർഷകം. അപ്പോൾ ഓർത്ത് വെക്കുക, എഡിറ്റോറിയലിന് ശീർഷകം നിർബന്ധമാണ്. ഇനി ആമുഖം ഉണ്ടാവണം. എഴുത്തുകാരനെക്കുറിച്ച് അതുപോലെ തന്നിരിക്കുന്ന ചോദ്യത്തെക്കുറിച്ചൊക്കെ ഒരു നല്ല ആമുഖം ഉണ്ടാവണം എൻ്റെ കുഞ്ഞുമക്കൾക്ക്. ആമുഖം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു സൂചന ആമുഖത്തിലുണ്ടാവണം. ആമുഖം വായിക്കുമ്പോൾ അറിയണം നിങ്ങൾ എഴുതാൻ പോകുന്ന ഇന്ന വിഷയത്തെക്കുറിച്ചാണ് എന്നുള്ള ബോധ്യം ആമുഖം വായിക്കുമ്പോൾ തന്നെ ലഭിക്കണം. അത്തരത്തിലുള്ളൊരു ആമുഖമാണ് എഴുതേണ്ടത്. ഇനി ആശയാവതരണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന് എന്താണോ ആശയം അത് വളരെ വ്യക്തവും സുതാര്യവുമായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വർത്തമാനകാല സാഹചര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. മാറുന്ന മലയാളിയുടെ ഭക്ഷണം എന്ന വിഷയത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് പഴയ കാലത്ത് നിന്നും ഭക്ഷണക്രമം മാറിയത് അല്ലേ? വീട്, അടുക്കള, ഹോട്ടല്, ഫാസ്റ്റ് ഫുഡ്, സ്വിഗ്ഗി, ഇങ്ങനെ ഒരു ചെയിനായി ഒരു ഭക്ഷണത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ചെയിൻ നമ്മൾ കണ്ടതാ ഒരു പാഠഭാഗത്തിൻ്റെ മുൻഭാഗത്ത് അല്ലേ? ആ രീതിയിൽ ആ പഴമയിൽ നിന്നും പുതുമയിലേക്ക് വരിക, ഇന്നത്തെ ഭക്ഷണം എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ചോദ്യമാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായ ആശയം ഉൾപ്പെടുത്താൻ പറ്റണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വല്ല പത്രവാർത്തയുടെ തലക്കെട്ട് എഴുതാനുണ്ടെങ്കിൽ, ആരുടെങ്കിലും പറഞ്ഞ വാക്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതാം, ഒക്കെ നിങ്ങൾക്ക് ആശയാവതരണത്തിൻ്റെ കൂടെ എഴുതാം. എന്നാൽ നാലാമത്തെ പോയിൻ്റാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ അഭിപ്രായവും നിഗമനങ്ങളുമായിരിക്കണം എഴുതേണ്ടത്, അല്ലെ നിരീക്ഷണങ്ങളുമായിരിക്കണം എഴുതേണ്ടത്. അവസാനം കൺക്ലൂഷൻ പാർട്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായമാണ്. ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പല വാർത്തകളിലൂടെ നാം അറിയുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു സജഷൻ വെക്കാൻ പറ്റണം. എന്താണ് ഇന്ന കാര്യങ്ങൾ ഇപ്പം ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പ്രാദേശിക ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് നാം മാറേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ മാറിയില്ല എങ്കിൽ തീർത്തും
എന്താണ് ആയുസ്സെത്താതെ അല്പായുസ്സോടു കൂടിയ മരണവും, അതല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ നാം രോഗികളായി മാറുകയുമായിരിക്കും ചെയ്യുക, അല്ലേ? ഈ അടുത്ത് നമ്മൾ വായിച്ചു, തടി കുറയ്ക്കാൻ യൂട്യൂബിൽ നോക്കി തടി കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണക്രമം രൂപീകരിച്ച ഒരു കുട്ടി മരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പം ഭക്ഷ്യസംസ്കാരം ഒരുവൻ്റെ ആരോഗ്യ സംസ്കാരത്തെ ചേർത്ത് പിടിക്കേണ്ടതാണെന്നും ഭക്ഷ്യസംസ്കാരം നന്നായാൽ മാത്രമേ നമ്മുടെ ആരോഗ്യ സംസ്കാരം നന്നാവുകയുള്ളൂ എന്നൊക്കെയുള്ള രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായവും നിഗമനവും നിങ്ങൾ എഴുതണം. അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാം എഴുതി കഴിഞ്ഞ്, ഇതിപ്പോൾ നിങ്ങൾ എഡിറ്റോറിയൽ എഴുതിയതാണെന്ന് കരുതുക, എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ആൻസർ പേപ്പറിൻ്റെ അതിനൊരു പെൻസിൽ കൊണ്ട് എൻ്റെ ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം സൈഡിലൂടെ, മാർജിൻ്റെ സൈഡിലൂടെ വളരെ നൈസായിട്ട് എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് അതിനെ ഒരു ബോക്സ് വിത്ത് ശീർഷകമടക്കം ഒരു ബോക്സിനുള്ളിലാക്കുക. ബോക്സ് ആദ്യം വരച്ചിട്ട് എഴുതരുത് എൻ്റെ കുഞ്ഞുമക്കൾ. സാധാരണ ഉത്തരം എഴുതുമ്പോൾ തന്നെ എഴുതുക, എന്നിട്ട് അതിനെ അവസാനം പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ബോക്സിനുള്ളിലേക്ക് ആക്കുക. ഇത്രയുമാണ് എഡിറ്റോറിയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എഡിറ്റോറിയൽ, ഉപന്യാസം, പ്രഭാഷണം, കഥാപാത്ര നിരൂപണം, ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം നിർബന്ധമായി നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ 4 എണ്ണം നിങ്ങൾ പഠിച്ചാൽ 2 എണ്ണം നിങ്ങൾക്ക് ഉറപ്പായിട്ട്, ഉപന്യാസം എന്തായാലും ഉണ്ടാവും. ഉപന്യാസം അല്ലെങ്കിൽ പ്രഭാഷണം, ചിലപ്പോൾ ഉപന്യാസവും പ്രഭാഷണവും ഉണ്ടാവും, അതല്ലെങ്കിൽ പ്രഭാഷണവും എഡിറ്റോറിയലുമായിരിക്കും, അതല്ലെങ്കിൽ കഥാപാത്ര നിരൂപണവും ഉപന്യാസമായിരിക്കും. അപ്പം നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 6 മാർക്കിൻ്റെ 2 ചോദ്യം എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എഡിറ്റോറിയൽ എഴുതുമ്പോൾ ആദ്യം ശീർഷകം കൊടുക്കുക, ആമുഖം കൊടുക്കുക, ആശയം അവതരിപ്പിക്കുക, അതിൽ നിങ്ങൾക്ക് പൊതു കാര്യങ്ങൾ എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുക, അതിനുശേഷം നിങ്ങളുടെ ഒരു നിരീക്ഷണവും അഭിപ്രായവും എഴുതുക. അതാണ് 3 പാരഗ്രാഫാക്കി തന്നെ എഴുതണം. പാരഗ്രാഫ് തിരിക്കണേ, പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതണം. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പെൻസിൽ കൊണ്ട് വളരെ നൈസായിട്ട് വരയുണ്ടെന്നൊന്ന് ജസ്റ്റ് തോന്നിയാൽ മതി, കറപ്പിച്ച് വരച്ച് വെക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എഡിറ്റോറിയൽ എഴുതൽ എങ്ങനെയാണെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എഡിറ്റോറിയൽ വന്ന എഴുതൽ എൻ്റെ മക്കൾ ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ 7:30 ലൈവിൽ കൃത്യമായി പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഓക്കെ മക്കളെ.